പ്രോഡക്റ്റുകൾ ഭാഗികമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പം ഞാനിതിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് കാലിൽ നല്ലപോലെ വെരിക്കോസ് വെയിനുണ്ട്. ഈ അധ്യാപകർക്കും പോലീസുകാർക്കും കണ്ടക്ടർമാർക്കും മിക്കവാറും ഉള്ള ഒരു രോഗമാണ് വെരിക്കോസ് വെയിൻ. ഈ വെരിക്കോസ് വെയിൻ കൊണ്ട് എനിക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ 1997 IPS പാസ്സായതാണ്. പക്ഷേ മെഡിക്കലി അൺഫിറ്റ് ആയതുകൊണ്ട് IPS കിട്ടിയില്ല. അപ്പം അത് കിട്ടാതെ വന്നതിൻ്റെ കാരണം ഈ വെരിക്കോസ് വെയിനാണ്. ബാക്കി സിവിൽ സർവീസിലേക്ക് പിന്നെ പോയുമില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഈശ്വരാധീനം കൊണ്ട് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനായി. അതങ്ങനെ അങ്ങ് പോകുന്നു. അതിനുശേഷമാണ് ഈ വെരിക്കോസ് വെയിൻ എപ്പോഴും നമുക്കൊരു 4 മണിക്കൂർ സ്കൂളിൽ നിൽക്കാണ്ടിരിക്കാൻ തരവില്ല. നിന്ന് പഠിപ്പിച്ചെങ്കിലേ അധ്യാപകൻ നിന്ന് പഠിപ്പിച്ചെങ്കിലേ വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിക്കുകയുള്ളൂ എന്നാണ് പഴമക്കാർ പറയുക. അപ്പോൾ നമുക്ക് നിന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ സംസാരിക്കാനും വയ്യ, ഇരുന്ന് നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിന്ന് സംസാരിച്ചെങ്കിലേ സംസാരം വരുള്ളൂ. അപ്പം എന്തായാലും നിൽക്കേണ്ട തരവില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ RCM പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരത്തെ പറ്റിയും അതിനകത്ത് മായമില്ലാത്തതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ആദ്യമൊക്കെ എനിക്ക് ഈ എംപ്ലോയി മാഡം പറഞ്ഞു തന്നിരുന്നു. പക്ഷേ പോലീസുകാരേക്കാൾ സംശയാലുക്കളാണ് അധ്യാപകർ. വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള സംശയങ്ങളാണ്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അല്പം അറിവുള്ളവൻ വലിയ സംശയാലുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ടോ, പ്രോട്ടീൻ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുമോ, കിഡ്നി ഫങ്ഷനിങ്ങിനെ ബാധിക്കുമോ, ലിവർ ഫങ്ഷനിങ്ങിനെ ബാധിക്കുമോ. നമ്മുടെ കുറേ ബന്ധുക്കളൊക്കെ ഡോക്ടേഴ്സുമാണ്. അപ്പോൾ അവരോടൊക്കെയുള്ള സംസാരത്തിനിടയിൽ അമിതമായ പ്രോട്ടീൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൂടുന്ന ചില കുടുംബ സദസ്സുകളിലൊക്കെ സംസാരിക്കുക ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും സംശയങ്ങൾ വളരെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഉറച്ചു പറയുക. അതോടൊപ്പം തന്നെ അവസാനം ഒരു ഗതിയും എന്നെ കൺവിൻസ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാതെ വന്ന് അമ്പിളി മാഡം കുഴഞ്ഞു നിന്ന സന്ദർഭത്തിൽ അവരുടേതായിട്ടുള്ള അനുഭവം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. എനിക്ക് പറയാനുള്ളത് പോലെ തന്നെ ധാരാളം അതിനേക്കാൾ വളരെ വളരെ അനുഭവങ്ങൾ ഈ അമ്പിളി മാഡത്തിന് പറയാനുണ്ട്. അവരുടെ ജീവിതം, ഗാന്ധി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ തന്നെ അമ്പിളി മാഡത്തിൻ്റെ ജീവിതമാണ് ഈ RCMലേക്കുള്ള ആ മാഡത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് ഈ വെജ് ഒമേഗ, ബയോ ഏജ്, പിന്നെ കുറച്ച് എന്താണിത് ന്യൂട്രി ചാർജ്, ഓക്കെ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നു. കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഉപയോഗിച്ചില്ല സത്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യും. കാരണം മാഡത്തിൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കാണേണ്ടതായിട്ടും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. സാർ അത് കഴിക്കാറുണ്ടോ, കഴിച്ചിട്ട് എന്തായി, റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ നിരന്തരമായിട്ടുള്ള നിർബന്ധങ്ങൾ കൊണ്ടും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഈ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ധാരാളം തരത്തിലുള്ള അനുഭവങ്ങളും അറിവുകളും ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ബ്രോഷർ എനിക്ക് തന്നു. വായിക്കാനായിട്ട് നമുക്ക് സമയമുണ്ട്, താല്പര്യമുണ്ട്, വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നീട് ഞാനത് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഈ കാല് കിഴക്കുക എന്ന് സാധാരണ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വളരെ വളരെ കുറഞ്ഞു. കാരണം ഞാനിതിൻ്റെ റിസർച്ച് ഹോസ്പിറ്റലിൽ വരെ പോയതാണ്. സൗത്ത് ഇന്ത്യയിലെ റിസർച്ച് ഹോസ്പിറ്റൽ, വെരിക്കോസ് വെയിൻ്റെ റിസർച്ച് ഹോസ്പിറ്റൽ കഴക്കൂട്ടത്താണ്. ഈ കഴക്കൂട്ടത്തുള്ള ആ ഒരു റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കുറേ ബന്ധുക്കളൊക്കെ ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ മുഖേനയാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം ഒരു സരസനാണ്. വളരെ ഇത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഡോക്ടറാണെങ്കിലും അദ്ദേഹം വളരെ ലളിതമായിട്ടും തമാശ കലർന്ന രീതിയിലും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മാറാൻ പോകുന്നില്ല. സൗത്ത് ഇന്ത്യയിലെ റിസർച്ച് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് ഡോക്ടർ രവീന്ദ്രൻ. അദ്ദേഹം പറഞ്ഞതാണ്, ഇത് മാറാൻ പോകുന്നില്ല, പിന്നെ അല്പം സപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, ഇതൊക്കെ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനെങ്കിൽ പോരുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള മരുന്ന് ഉപയോഗിച്ചു, എന്നിട്ടൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഈ ഏപ്രിൽ മെയ് സമയത്ത് ഞാനത് ഏകദേശം എന്നെ കൊണ്ട് പലതരത്തിലുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു 90% പാലിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 100% ഞാൻ പറയുന്നില്ല, കാരണം അതൊരു നുണയായി പോകും. അപ്പം അതുകൊണ്ട് 90% പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുകയും ചെയ്തു. കാരണം ഈ കാല് കിഴക്കുക, കാലിന് വേദന ഉണ്ടാകുക, പിന്നെ ഇടയ്ക്ക് ഞാൻ ഡോപ്ലർ ചെയ്ത് നോക്കി.
ചെയ്ത് നോക്കിയപ്പോൾ വെയിൻസിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷന്റെ അളവ് വളരെയധികം കൂടി എന്നുള്ളത് നമുക്ക് അനുഭവ സാക്ഷ്യം പോലെ പറയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ്, ധാരാളം പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്, ധാരാളം കമ്പനികളുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ നിരവധി കമ്പനികളും പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളും എല്ലാം മാർക്കറ്റിലുണ്ട്. ഇതെല്ലാം പലപ്പോഴും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോളോ അപ്പും അതുപോലെ തന്നെ ഇതിന്റെ ഗുണനിലവാരവും ഒക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് ഈശ്വരാധീനം ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ലീഡർ ബാബു സാറിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുവാൻ കാരണഭൂതിയായ അമ്പിളി മേഡത്തിനോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും 100% നമുക്ക് ഗ്യാരണ്ടി പറയാം, 100% ഗ്യാരണ്ടി പറയാം. ഈ ഒരു പ്രസ്ഥാനത്തിൽ ചേരുകയും അതിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ മണി ലഭിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനുവഴി നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഹോസ്പിറ്റലുകളിൽ പോയി ധാരാളം പൈസ മുടക്കുന്നതിന്റെ അളവ് വളരെ വളരെ കുറയും. ഒരു വർഷം 1,00,000 രൂപ ഒരാൾ മുടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ മുടക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ആദ്യത്തെ മാസം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസം ആ 10,000 രൂപ എന്നുള്ളത് വെറും 500 രൂപയാക്കി കുറയ്ക്കാൻ പറ്റും. അതൊരു വലിയ സേവിങ്സ് ആണ്. 10,000 രൂപ നമ്മൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന് ചെലവാക്കുന്നുണ്ടെങ്കിൽ RCM പ്രോഡക്റ്റ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ പോലെയല്ല, കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 രൂപ എന്നുള്ളത് ആദ്യത്തെ 2 മാസം കൊണ്ട് 500 രൂപയാക്കി കുറയ്ക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സേവിങ്സ്. നമുക്ക് ഇതിനകത്തു നിന്നുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ ഉപരി നമുക്കുണ്ടാകുന്ന സേവിങ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ വഴിക്ക് പിന്നെയും ധാരാളം ആളുകളെ ചേർത്തുകൊണ്ടും നമ്മുടെ ബിസിനസിന്റെ സാമ്രാജ്യം വിപുലീകരിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ സാർ ഇവിടെ സൂചിപ്പിച്ച കിരൺബേദി IPS നമ്മളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവർ പറഞ്ഞ ആ ഒരു മണി പവർ അത് ലഭിക്കുകയും ചെയ്യും, നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കുകയും ചെയ്യും. നല്ലൊരു നമ്മുടെ ഒരു കുടുംബ സദസ്സുകളിലൊക്കെ ഈ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെല്ലാം നല്ല ആരോഗ്യത്തോടെയുള്ള ഒരു തലമുറയായി വാർത്തെടുക്കുന്നതിനുള്ള ഒരു സംരംഭവും മനസ്സും എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.